ഈ AI വീഡിയോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതും ഫ്യൂച്ചറിന്റെ സിനിമ എങ്ങനെയൊക്കെ ബാധിക്കും എന്താണ് നിനക്ക് തോന്നുന്നു? ആസ് ആൻ എഡിറ്റർ, ഒരു ഫിലിം എൻതൂസിയാസ്റ്റ്, സോറി, നാളെ ഒരു ഡയറക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് AI വീഡിയോ നല്ലൊരു മറ്റേ പറഞ്ഞല്ലേ നല്ലൊരു ഇതാണ് എന്ന് പറയുന്ന പോലെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു സംഭവം തന്നെ. അത് മറ്റേ ഈ കഴിഞ്ഞ ഇന്റർവ്യൂ ഞാൻ ഫുള്ള് കണ്ടില്ല. അതിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഒരു പടത്തിനകത്ത് മമ്മൂടിയുടെ കുറെ വിഷ്വൽസ് ഒക്കെ AI വെച്ചിട്ട് ഈ എന്നായിരുന്നു ആ പടം ഇറങ്ങുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുമായിരുന്നു അവര് പറയുന്നില്ല. പഴയ ആ ഒത്തിരി കോസ്റ്റ് വളരെ കുറച്ച് നമുക്ക് ഏത് കാലഘട്ടം വേണേലും എളുപ്പത്തിൽ ചെയ്തെടുക്കാനും. അപ്പൊ ഞാൻ പറയട്ടെ, ഒരു സിനിമ തന്നെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ AI വെച്ചിട്ട്. തന്നെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ആയില്ലെങ്കിലും അത്രയും ഡെവലപ്പ് ആയില്ല എങ്കിലും ആയി വരും. ഫ്യൂച്ചറിൽ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താ പ്രസക്തി? ഒരു പ്രസക്തിയും ഇല്ല എന്ന് ഉണ്ടാക്കാം. കഥ എഴുതി ഉണ്ടാക്കാം നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത്. അല്ല, മറ്റേ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സിനും മെഷീൻ പ്രൊഡക്ട്സിനും രണ്ട് വാല്യൂ ഉണ്ടല്ലോ. അതുപോലെ തന്നെ മനുഷ്യനുണ്ടാക്കിയ സിനിമകൾക്ക് കാണാൻ വേറൊരു ഓഡിയൻസും ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ മറ്റൊരു ഓഡിയൻസും, അങ്ങനെ രണ്ട് ടൈപ്പ് ഓഡിയൻസ് വരുമോ? രണ്ട് ടൈപ്പ് ഓഡിയൻസ് മറ്റേ ക്ലാസിക് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ചുമ്മാ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ ക്ലാസിക്, ലെജൻഡ്, പിന്നെ കുറെ വാക്കുകളുണ്ട് എന്ന് പറയുന്ന പോലെ. എന്നാണ് അത്ര പെട്ടെന്നൊന്നും അത്രയും ഒരു എന്നാ പറയണ്ടേ, നമ്മുടെ ഒരു ലൈഫ് സ്പാൻ വെച്ചിട്ട് ഭയങ്കര പാടായി. നമുക്ക് ഏകദേശം ഒരു 50-60 വയസ്സ് വരും ആകുമ്പോഴത്തേനായി ചിലപ്പോൾ അത്രയും പവർഫുൾ ആയിട്ട് വരുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു 10 വർഷത്തിനുള്ളിൽ അത് എത്തുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. 10 വർഷത്തിനുള്ളിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്നാ പറയണ്ടേ, നമുക്കും കൂടെ എളുപ്പമായിരിക്കും. വീട്ടിൽ ഇരുന്നാലും നെറ്റും കമ്പ്യൂട്ടറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ സ്റ്റോറി നമുക്ക് തോന്നുന്നത് നമുക്കത് ഉണ്ടാക്കി വേറെ നമുക്ക് പ്രൊഡക്ഷൻ കമ്പനിയുടെ പോയി നമുക്ക് സ്ക്രിപ്റ്റ് കൊടുത്ത് അവര് പറഞ്ഞോളം വരെ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഒരു AI വീഡിയോ കാണിക്കാം, ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം പറ. ഇത് ഞാൻ കുറച്ചു തന്നെ കണ്ടായിരുന്നേ. ഒരു ഉറുമിയുടെ ഒരു വീഡിയോ കൂടെ ഉണ്ട് ഇതിന്റെ അല്ലേ, ഭ്രമയുഗത്തിന്റെ അല്ലേ? പിന്നെ ഉർമിയുടെ നീ ഒരെണ്ണം നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അല്ലാതെ വേറെ ഞാനിത് അല്ലാതെ ഒരാളെ എനിക്ക് അയച്ചു തന്നപ്പോ ഞാൻ കണ്ടായിരുന്നു ഇത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഉർമിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുമ്പോ തന്നെ ഒരു ഫീൽ ഉർമിയുടെ ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ചെയ്യാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ വീഡിയോ ഉണ്ടോ? ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ക്യാമറ ഫോളോ ചെയ്ത് പോകുന്നു, സ്ക്രിപ്റ്റ് എഴുതുന്നു, അതായത് ആർട്ട് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, ആൾക്കാർ, ഇതെല്ലാം കൂടെ നീ ആലോചിക്കുക എത്ര രൂപയുടെ വർക്കാണ്. അതാണ് ഒരു സിംഗിൾ പ്രോംപ്റ്റിൽ ഇവരുണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഇപ്പം തന്നെ ഇത്ര അഡ്വാൻസ്ഡ് ആണ്. അപ്പം 10 വർഷത്തിനുള്ളിൽ ഇതിനപ്പുറം ഒരു സിനിമ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ 100% നമ്മ വേറെ കോമഡി ഞാൻ പറയട്ടെ. ഞാൻ 50 വയസ്സെന്നൊക്കെ പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാൽ നീ പറഞ്ഞ ആ വർഷവും ഞാൻ പറഞ്ഞ വർഷം കറക്റ്റാ. നമുക്ക് അത്ര പ്രായമുണ്ട്. 50 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. വർഷം കറക്റ്റാ. ഞാൻ പറഞ്ഞ വർഷവും നീ പറഞ്ഞ വർഷം കറക്റ്റാ. വർഷം കറക്റ്റാ. 10-20 വർഷം കറക്റ്റല്ലേ? വർഷം കറക്റ്റാ. മധ്യവയസ്കന്മാരായില്ലേ? നീ പറഞ്ഞ ശരി. അതിപ്പം നമുക്ക് പിന്നെ ഇത്ര പ്രൊഡക്ഷൻ ഇത് ഭയങ്കര കോസ്റ്റാ. ഇപ്പൊ നീ കണ്ട വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒത്തിരി ചെലവുണ്ട് അതിൻ്റെ അകത്ത്. ഒരു നീ അത്രയും ചെയ്യണേ തന്നെ ഒരു വീട് നമ്മൾ ആദ്യം ഹയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സിങ് മൊത്തം സെറ്റ് ചെയ്യണം, കോസ്റ്റ്യൂം എല്ലാം കൊടുക്കണം, പിന്നെ എഡിറ്റിങ്
എത്ര രൂപയുടെ ഒരു മിനിമം ഒരു കോടി രൂപയുടെ ചെലവ് കാണത്തില്ലേ അതിന്? അത്രയൊന്നും മമ്മൂട്ടിയും കൂടെ കൂട്ടി ഞാൻ പറഞ്ഞു. മമ്മൂട്ടിയുടെ കൂട്ടിയാണ് അങ്ങനെയാണോ? അതാണ് മമ്മൂട്ടിയെ വേണ്ടല്ലോ നമുക്ക്, നീ ഒന്ന് ആലോചിച്ചെങ്കിൽ. അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പോ 1 കോടി രൂപ എന്ന് പറയുമ്പോൾ അതൊരു പ്രോംപ്റ്റ് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ചെയ്യുവാണ്. പണി പോകും, ഉറപ്പാണ്. ഒന്നാമത്തെ കാര്യം മറ്റേ പണി പോട്ടെ, എനിക്കത്തെ വർഷം കുഴപ്പമൊന്നുമില്ല. ഒരു കിഡിലൻ, അതായത് ടെംപ്ലേറ്റ് എഡിറ്റിംഗ് അല്ലാതെ നമ്മൾ പറയുന്ന പ്രോംപ്റ്റിനനുസരിച്ച് എഡിറ്റ് ചെയ്യുന്ന ഒരു സാധനം ഇതുവരെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ടെംപ്ലേറ്റിന്റെ അകത്തോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്തിടാം വീഡിയോസ്. പക്ഷെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യണം, അങ്ങനെ കട്ട് ചെയ്യണം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആകാനുണ്ട്. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ചെയ്തെടുക്കാൻ പാടില്ല. അങ്ങനെ നടക്കുന്നു. ശരിയാ. അതിപ്പം ഒത്തിരി നമുക്കിപ്പം ഈ സോഫ്റ്റ്വെയറിന്റെ അകത്ത് AI വരുന്നുണ്ട്. ഇപ്പൊ പ്രീമിയർ ആണെങ്കിലും നമുക്ക് അതിന്റെ AI വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാനും ഇപ്പം ഒത്തിരി വ്യത്യാസം വരും അതിന്റെ അകത്ത്. ഇപ്പൊ നമുക്കിപ്പം AI അല്ലെങ്കിൽ പോലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എത്ര കട്ട് പോയിന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന AI വരുന്നതിന് മുന്നേ തന്നെ ഉള്ളത്. അതൊക്കെ എത്ര കട്ട് പോയിന്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മളൊരു വീഡിയോ ചുമ്മാ ഒരു വീഡിയോ ഇല്ല, അത് വളരെ ഒരു വീഡിയോ ഇടുന്നതനുസരിച്ച് ആ വീഡിയോ നമുക്ക് ഒരു വീഡിയോക്കകത്ത് നമുക്ക് ഒത്തിരി കട്ട് പോയിന്റ് കാണും. ഡിസോൾവ് ഉണ്ട്, അല്ലെങ്കിൽ ഫെയ്ഡ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഓരോരോ ഷോട്ട് മാറത്തില്ല. ആ ഷോട്ട് മാറുന്നവരെ നമുക്ക് പ്രീമിയർ ഡിറ്റക്ട് ചെയ്ത് തരും. എന്നിട്ട് അത് തന്നെ കട്ട് ചെയ്ത് തരും നമുക്ക്. മനസ്സിലായോ? ഷോട്ട് മാറുന്നിടത്ത് കട്ട് പോയിന്റ് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കട്ട് പോയിന്റ് അനുസരിച്ച് കട്ട് ചെയ്ത് തരും. മനസ്സിലായോ? അങ്ങനെ ചെറിയൊരു കാര്യമാണ് പറഞ്ഞത് കുഞ്ഞത്. അപ്പൊ ഈ AI വെച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഓൾറെഡി ഇപ്പൊ നമുക്ക് മാസ്ക് ചെയ്യുന്നത്, ട്രാക്ക് ചെയ്യുന്നത്, അതൊക്കെ AI വെച്ചിട്ട് ഓൾറെഡി ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ പിന്നെയും കുറച്ചുകൂടെ അഡ്വാൻസ് ആവും. അതിനനുസരിച്ച് ഇപ്പൊ പല കമ്പനിക്കാരില്ല, ഇപ്പൊ നീ പറഞ്ഞ പോലെ നമുക്ക് പ്രോംപ്റ്റ് അടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇപ്പം പ്രീമിയർ ആണെങ്കിൽ ഫയൽ കട്ട് ആണെങ്കിൽ അതിനകത്തും വരും. അതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് ചെയ്ത് എഡിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അവർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ നോക്കുമായിരിക്കും. എനിക്കറിയത്തില്ല. നീ പറഞ്ഞ ഉറുമിയുടെ വീഡിയോ ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ. എനിക്ക് മറ്റേ വീഡിയോക്കാൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ അകത്ത് നീ കണ്ടോ, ആ പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ടായിരിക്കാം എപ്പോഴും ആൾക്കാർ മരിച്ചു കിടക്കുന്നത് അവരുടെ റൈറ്റ് സൈഡിലോട്ട് ചേർന്ന് ചെരിഞ്ഞ. അപ്പൊ ഒരാൾക്ക് റൈറ്റ് സൈഡിലോട്ട്, ഒരാൾക്ക് ലെഫ്റ്റ്. നമ്മൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോംപ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു അത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ട് എഡിറ്റിംഗ് ആ ഒരു ഇതങ്ങ് വരും. പക്ഷെ ഇപ്പൊ ഉള്ളത് ഈ ഒരു എനിക്ക് തോന്നുന്നത് ചിലപ്പം ജെമിനിയുടെ നാനോ ബനാന ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്ത്. അപ്പം എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്, അത് ചെക്ക് ചെയ്യണം. അതാണോ സോറയാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇതിന്റെ ഒരു ബേസിക് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഗ്രാഫിക്സ് മറ്റേ പണ്ടത്തെ സാൻട്രീസ് ഗെയിമില്ലേ അതിന്റെ ഒക്കെ ഒരു ഗ്രാഫിക്സിലുള്ള ഒരു രീതിയിൽ അത് കിടക്കുന്നത്. ഇതിനേക്കാൾ റിയലിസ്റ്റിക് ആയിട്ട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ സിനിമ കംപ്ലീറ്റ്ലി വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. സംശയമൊന്നുമില്ല അതിനകത്ത്. അതിന്റെ സംശയമൊന്നുമില്ല. സംശയിക്കുന്നു. അവിടെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇപ്പൊ ഈ മോഹൻലാലിനെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു പരസ്യം, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് എന്തെങ്കിലും. അപ്പൊ ആ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് മോഹൻലാലിനെ പരസ്യത്തിന് വിളിക്കാനായിട്ട് ചിലപ്പം 2 കോടി രൂപയായിരിക്കും ഒരു പരസ്യത്തിന്, ഒരു 2 മിനിറ്റിന്റെ പരസ്യത്തിന്. അപ്പം ഇവരുടെ പ്രോംപ്റ്റ് കൃത്യമായിട്ട് കൊടുത്ത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് മോഹൻലാലിനെ ഒരു പരസ്യത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, മോഹൻലാലിന്റെ ആ ഒരു സ്റ്റാർഡം ഉപയോഗിച്ച് ഒരാൾ പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ നാളെ മിക്കവാറും അങ്ങനെ സെല് ചെയ്യുന്നതിന് ഒരുപക്ഷെ 2 കോടി ഇല്ലെങ്കിലും ഇത്ര പെർസെന്റേജ് പൈസ അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു രീതി വരാം. മനസ്സിലായാൻ പറഞ്ഞേ. കാരണം ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന അത്രയും റിയലിസ്റ്റിക് ആകുമ്പോൾ എങ്ങനെയാണ് അത് മോഹൻലാൽ അഭിനയിച്ചാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുമ്പം
മോഹൻലാൽ അഭിനയിച്ചാണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? ഇപ്പോഴത്തെ കേസല്ല പറയുന്നത്. മനസ്സിലായി. പക്ഷെ നമുക്ക് ഒരു ആക്ടറിന്റെ അവരുടെ അനുവാദം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറയുന്നത്, മോഹൻലാലിന്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല് ചെയ്യണമെങ്കിൽ പരസ്യത്തിൽ കൊണ്ടുവരാം. അപ്പൊ അതിന്റെ ഒരു ഷെയർ ഒരുപക്ഷെ മോഹൻലാൽ മേടിക്കേണ്ട സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ വരാമെന്നാ ഞാൻ പറഞ്ഞത്. കാരണം അവന്റെ ഫേസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സോറി, അദ്ദേഹത്തിന്റെ ഫേസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ മ്യൂസിക് നീ നോക്കിക്കേ, മ്യൂസിക്കിലും ഇതിന്റെ ഒരു വിപ്ലവം ഉണ്ട്. പാട്ടും ഉണ്ടാക്കാൻ പറ്റും AI വെച്ചിട്ട്. എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം A തൊട്ട് Z വരെ ഉള്ളു നമുക്ക് ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് അല്ലെ. അപ്പം ആ ലെറ്റേഴ്സ് നമ്മൾ മാറ്റുന്നതിനനുസരിച്ചാണ് വാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പം ക്യാറ്റ്, ബാറ്റ് എന്നൊക്കെ പറയുന്നത് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച്. അപ്പം നമ്മൾ ഈ ഡേറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പൊ ഇപ്പൊ ഭൂമിയിലുള്ള ആൾക്കാരെ മൊത്തം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്, യൂട്യൂബിൽ നിന്നും, അങ്ങനെ പല കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ ഡേറ്റാസ് ശേഖരിച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. മനസ്സിലായി? അപ്പം കുറച്ച് ഇതായിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനുള്ളൂ. നിനക്കെന്താ വേറെ എല്ലാം പറയാണ്ട് ആഡ് ചെയ്തു? എനിക്കും പറയാനൊന്നുമില്ല. വേറെ എന്താ പറയാനുള്ള? വരട്ടെ, ജോലി എല്ലാവരുടെ എടുക്കട്ടെ. ഓക്കെ, ബൈ.